ഒന്ന് കിടക്കാനൊന്നും പറ്റില്ലായിരുന്നു. ഇന്നലെ കഴിഞ്ഞ ആഴ്ച ബ്രദർ വിളിച്ചു, നടുവിൻ്റെ ഭാഗത്ത് മുഴയുള്ളവർ വരെ. അപ്പം അവിടെ കൈവച്ച് 4 പേരെ പ്രാർത്ഥിച്ചു, 4 പേര് സൗഖ്യമായി, ഒരാൾ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കർത്താവിൻ്റെ കാലത്തേക്കാൾ മെച്ചമായി ഇപ്പോൾ. ആമേൻ. എന്താ നിങ്ങളുടെ സ്വത്രമൊക്കെ പോയ വണ്ടർഫുൾ ജീസസ്. എത്ര വർഷമായിട്ട് മോൾക്ക് നടുവിൻ്റെ മുകളിൽ മഴ? 3. കിടക്കാൻ പറ്റത്തില്ലായിരുന്നു? 3 കിടക്കാൻ പറ്റത്തില്ല. 3 കിടക്കാക്കത്തില്ല. എങ്ങനെയാ നീ കിടക്കുന്നത്? ചെരിഞ്ഞാ കിടക്കുന്നത്? 3 കിടക്കാൻ വേദന. മറ്റെന്ത് പ്രയാസം ഉണ്ടായിരുന്നു മോൾക്ക് നടുവിന്? വേദനയായിരുന്നു. ഇപ്പൊ കംപ്ലീറ്റ് സൗഖ്യമായി. വാവ്, കൈകളടിച്ചൊരു ആമേൻ പറഞ്ഞേ. 3 വർഷമായിട്ട് അവളുടെ നടുവിനൊരു മഴയുണ്ടായിരുന്നു, കിടക്കാൻ പറ്റത്തില്ലായിരുന്നു. കർത്താവ് പൂർണ്ണമായിട്ട് സൗഖ്യം കൊടുത്തു. വണ്ടർഫുൾ ജീസസ്. വരാം. ആദ്യമായിട്ടാണ് ഞാൻ ഫോൺ വഴിയാണ് ബ്രദറിനെ വിളിച്ച് എനിക്കൊരു സൗഖ്യം കിട്ടി. 10 വർഷമായി എനിക്ക് ഹാർട്ടിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ മാസം 21-ാം തീയതി പെട്ടെന്ന് എനിക്ക് ഒരു ശ്വാസം മുട്ടലും നെഞ്ചുവേദനയൊക്കെ. അങ്ങനെ ചേച്ചിക്ക് എങ്ങനെ സൗഖ്യമായെന്ന് മനസ്സിലായി? ശരീരത്തിൽ അറിയാം. എന്നാ ചേച്ചി ഫോൺ വിളിച്ച് സംസാരിച്ചു? കഴിഞ്ഞ മാസം 21-ാം തീയതി. ഈ ചേച്ചിക്ക് ഹാർട്ടിന് കംപ്ലൈൻ്റ് ആയിരുന്നു. കഴിഞ്ഞ മാസം 21-ാം തീയതി നമ്മളെ ഫോൺ ചെയ്ത് പ്രാർത്ഥിച്ചു. ഈ ചേച്ചി പറയുന്നത് കർത്താവ് പൂർണ്ണമായൊരു സൗഖ്യം കൊടുത്തെന്നാണ് പറയുന്നത്. കൈകളടിച്ചൊരു നല്ല ആമേൻ പറഞ്ഞേ. എത്ര വർഷമായിട്ട് ചേച്ചിക്ക് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടായിരുന്നു? 10 വർഷം. ഹാർട്ടിന് എന്തായിരുന്നു പ്രശ്നം? എന്തായിരുന്നു? ഈ ചേച്ചിയുടെ ഹാർട്ടിൻ്റെ വാൾവിന് കംപ്ലൈൻ്റ് ആയിരുന്നു. 21-ാം തീയതി ചേച്ചി വിളിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ചേച്ചി പറയുന്നത് പരിപൂർണമായിട്ട് കർത്താവ് സൗഖ്യമാക്കിയെന്ന. ഒന്ന് ചുണയായിട്ട് കൈയടിക്കാത്ത എന്താ? ഹല്ലേലൂയ. കർത്താവ് നിന്റെ മകൾക്ക് കൊടുത്ത അത്ഭുത സൗഖ്യത്തിനായി നന്ദി കർത്താവ്. താങ്ക് യു. ഞാൻ പോയി, എനിക്ക് നട്ടലിലൊരു ഉണ്ടായിരുന്നു, അത് മാറി. രണ്ടാമത് ഒരു 20 വർഷമായ ഒരു മഴ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ ആഴ്ചയിൽ പ്രാർത്ഥിച്ച്. എനിക്ക് തോന്നുന്നു തേങ്ങയുടെ വലിപ്പമുള്ള ഒരു മഴ പോയെന്ന് പറഞ്ഞാൽ അത് തന്നെ. ഹല്ലേലൂയ. ഈ ചേച്ചി ഇവിടെ വരുമ്പോൾ ചേച്ചിയുടെ വയറ്റിൽ തേങ്ങയുടെ വലിപ്പമുള്ള മുഴയുണ്ടായിരുന്നു എന്ന് എന്നോട് പറഞ്ഞു. അത് അത്രയും വലുപ്പമായിരുന്നു, അത്രയും വലുതായിരുന്നു. ചേച്ചി പറയണ തേങ്ങയുടെ അത്രയും വലുപ്പം ഉണ്ടായിരുന്നു, പക്ഷെ കാണാനില്ല. വാവ്, ഹല്ലേലൂയ. അത് പോയി, പിന്നെ പോവാതിരിക്കാൻ എന്തൊരു പറയണത്? മുഴ പോയില്ലേ? നോക്കി, ഇതൊരു വലിയ കാര്യമാണ് കേട്ടോ. തേങ്ങയുടെ വലിപ്പം തൻ്റെ വയറ്റിലൊരു മുഴയ്ക്കുണ്ടെന്ന് പറയാ വെറുതെ ചുമ്മാ ഒരാൾ പറയത്തില്ല. 20 വർഷമായിട്ട് കൊണ്ട് നടക്കുവോ? നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കുമോ? കർത്താവേ കൊടുത്ത അത്ഭുത സൗഖ്യത്തിന് നന്ദി. വണ്ടർഫുൾ ജീസസ്. വാ. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് വരുന്നതാണ്. എൻ്റെ നിരാശ എന്ന് പറയുന്നത്, ഞാൻ ജനിച്ച നാളെ മുതൽ എനിക്കിപ്പോൾ 39 വയസ്സുണ്ട്. സിസ്റ്റർ ആലപ്പുഴ നിന്ന് ഇങ്ങോട്ട് വരുമല്ലേ? അതെ. എല്ലാ ഞായറാഴ്ച ആലപ്പുഴ നിന്ന് പോരുമോ? അതല്ല, എനിക്ക് ഇത് സമയമുള്ളപ്പോൾ വരാൻ പറ്റും. ഈ സിസ്റ്റർ ആലപ്പുഴ നിന്നാണ് ഞായറാഴ്ച മീറ്റിങ്ങിന് വരുന്നത് കേട്ടോ. അതിനൊരു കയ്യടി കൊടുത്തേ. ഹല്ലേലൂയ. കൊച്ചു കാര്യമല്ല, വലിയ കാര്യമോ? ഏമേ. എനിക്ക് ഓർമ്മ വെച്ച നാളെ മുതൽ വലിവിൻ്റെ അസുഖം ഉണ്ടാകും. അങ്ങനെ ഞാനിവിടെ ബ്രദറിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുത്തു. എന്നെ ബ്രദർ പ്രാർത്ഥിച്ചു. അന്ന് മുതൽ എന്നെ വിളിക്കുന്നുണ്ട്, എൻ്റെ ബ്രദർ പ്രാർത്ഥിച്ചു എന്നൊക്കെ പറഞ്ഞു. എനിക്കൊരു ഗമ തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇപ്പം ആസ്മയുടെ അസുഖം എനിക്കില്ല. 30 കൊല്ലമായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇപ്പം 39 വയസ്സുണ്ട്. എനിക്ക് ഓർമ്മ വെച്ച നാളെ മുതൽ 39 കൊല്ലമായ ആസ്മ പ്രോബ്ലം കർത്താവ് സൗഖ്യമാക്കി. ഹല്ലേലൂയ. കൈകളടിച്ചിട്ട് നല്ല ആമേൻ പറഞ്ഞേ. വാവ്. അതുപോലെ തന്നെ എനിക്ക് 3 കുട്ടികളുണ്ട്. എനിക്ക് ഹസ്ബൻഡില്ല. എൻ്റെ 3 കുട്ടികളെ എൻ്റെ അച്ഛനും അമ്മയും പ്രായമാണ്. അവർ ഞാനും കൂടി എൻ്റെ മക്കളെ കഷ്ടപ്പെട്ട് വളർത്തിയത്. ഞങ്ങളിപ്പോൾ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും പിന്നെ യേശുവിൽ വിശ്വസിച്ച് ഞങ്ങളെല്ലാവരും ഇപ്പം ബ്രദറിൻ്റെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് വന്ന് ഇപ്പം എൻ്റെ കുട്ടികൾ 2 പേരും എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങളിപ്പോൾ പൂർണ്ണമായും ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് എൻ്റെ മോനും ഇതുപോലെ എന്നെ പോലെ തന്നെ ആസ്മയുടെ അസുഖം, ചുമയുണ്ടായിരുന്നു. എത്ര വർഷമായിട്ട്? ഇപ്പം അവന് 4 വർഷമായി. 4 വർഷമായി. 4 വയസ്സുണ്ട്. 4 വർഷമായി. അല്ലെ, 8 വയസ്സുണ്ട്. ഇപ്പം 4 വർഷമായിട്ട് അവന് ആസ്മയുടെ അസുഖം ഉണ്ടായിരുന്നു. അത് അവനും മാറി. കൈകളടിച്ചിട്ട് നല്ല ആമേൻ. ഈ ചേച്ചിയുടെ 39 കൊല്ലമായ ആസ്മ മാറി. കഴിഞ്ഞില്ല. ഈ സിസ്റ്ററിൻ്റെ മോനും 8 വയസ്സിന് 4 വർഷം ആസ്മ ഉണ്ടായിരുന്നു. അത് കർത്താവ് പൂർണ്ണമായിട്ട് സൗഖ്യമാക്കി. കൈകളടിച്ചിട്ട് നല്ല ആമേൻ പറഞ്ഞേ. വണ്ടർഫുൾ ജീസസ്.